യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ കണ്ടെത്താനുള്ള ചർച്ചകൾ പുനരാരംഭിക്കാൻ നേതൃത്വം ഒരുങ്ങുന്നു. അബിൻ വർക്കിയുടെ സ്വാഭാവിക നീതിവാദത്തിന് ബൈലോ ഉപയോഗിച്ചാണ് മറുപക്ഷം മറുപടി പറയുന്നത്. സ്വാഭാവിക നീതി നടപ്പിലാക്കണമെന്നാണ് അബിൻ വർക്കിയുടെ ആവശ്യം. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം അവസാനിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു. വിഷയം ഇനി വലിയ ചർച്ചയൊന്നും ചെയ്യേണ്ടതെന്നാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ ഉമേഷ് ബാലകൃഷ്ണൻ തത്സമയം മോർണിംഗ് ഷോയിൽ ചേരുകയാണ്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് പാലക്കാട്ടേക്ക് പ്രത്യേകിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പ് കൊണ്ടുവരേണ്ട എന്ന തീരുമാനം UDF-ന് മാത്രമല്ല LDF-നുമുണ്ട്. കാര്യം BJP ഒരു രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുമോ എന്നുള്ള ഭയം ഇരു മുന്നണികളെയും വേട്ടയാടുന്നുണ്ട്. പറയൂ ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. എന്തായാലും അത്തരമൊരു നിലപാട് CPM-നും ഉണ്ടായിരുന്നു, കോൺഗ്രസിനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ നിർബന്ധിച്ച് രാജിവെപ്പിക്കേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്ക് കോൺഗ്രസ് എത്തിയത്. എന്തായാലും ഇനി അടുത്ത ഏറ്റവും സുപ്രധാനമായി കോൺഗ്രസ് നേരിടാൻ പോകുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ആരാകുമെന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിൻഗാമി ആരാകുമെന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ തന്നെ ചരടുവലികൾ ആരംഭിച്ചു. സ്വാഭാവിക നീതി എന്ന നിലയിൽ അബിൻ വർക്കി, അതായത് നേരത്തെ ഇലക്ടഡ് പ്രസിഡന്റ് ആയിരുന്നു രാഹുൽ മാങ്കൂട്ടം, അതിൽ രണ്ടാമത് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച ആളാണ് അബിൻ വർക്കി. അബിൻ വർക്കിക്ക് സ്വാഭാവിക നീതി എന്ന നിലയിൽ അബിൻ വർക്കിയെ പ്രസിഡന്റ് ആക്കണമെന്നാണ് അബിൻ വർക്കിയെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. 40 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഈ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തെ തിരഞ്ഞെടുക്കുന്നത് പൂർണ്ണമായി വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നില്ല എന്നാണ് എ ഗ്രൂപ്പിൻ്റെ വാദം. അതായത് നേരത്തെ ആദ്യ 3 പേരെ, അതായത് കൂടുതൽ വോട്ട് ലഭിക്കുന്ന ആദ്യ 3 പേരെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുകയും പ്രത്യേക ഇൻ്റർവ്യൂ നടത്തി ആ ഇൻ്റർവ്യൂവിൻ്റെ മികവിലാണ് അന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ സംസ്ഥാന അധ്യക്ഷനായി തിരഞ്ഞെടുത്തതെന്നും അതുകൊണ്ട് തന്നെ ഇനി അത്തരത്തിൽ സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുക്കാൻ പോവുകയാണെങ്കിൽ മൂന്നാമതൊരാളെ കൂടി, അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയതിൽ മൂന്നാമതൊരാളെ കൂടി ഒക്കെ ജിനീഷിനെ കൂടി ഈ പാനലിൽ ഉൾപ്പെടുത്തി ഇൻ്റർവ്യൂ നടത്തി ഇൻ്റർവ്യൂവിൽ മികച്ച പെർഫോമറെ കണ്ടെത്തി സംസ്ഥാന അധ്യക്ഷനാക്കണമെന്നാണ് ഒക്കെ ജിനീഷിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത്. എന്നാലും ബിനു ചുള്ളിനെ പിന്തുണയ്ക്കുന്നവരുമുണ്ട്. ബിനു ചുള്ളിനെ പിന്തുണയ്ക്കുന്നവർ ബിനു ചുള്ളിലിൻ്റെ ഒരു നേതൃത്വ പാഠവും എല്ലാം പറയുന്നുണ്ട്. അതേസമയം ബിനു ചുള്ളിലിൻ്റെ പ്രായപരിധി കഴിഞ്ഞു എന്നുള്ള നിലപാടിൽ ബിനു ചുള്ളിലിനെ എതിർക്കുന്നവർ പറയുന്നു. 1987 മെയ് 10 മുൻപ് 10 ശേഷം ജനിച്ചവർ മാത്രമാണ് ഈ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ അന്ന് അവകാശമുണ്ടായിരുന്നത്. എന്നാൽ ബിനു ചുള്ളിന് ആ പ്രായപരിധി കഴിഞ്ഞു എന്നാണ് ബിനു ചുള്ളിലിനെ എതിർക്കുന്നവർ പറയുന്നത്. എന്തായാലും ഈ ഒരു തർക്കത്തിലേക്ക് കടക്കുമ്പോഴും ഉടനൊരു സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുക്കേണ്ട എന്ന നിലപാടിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം. അതിന് സാവകാശമുണ്ട്. സാവകാശമായി എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് മതി എന്നുള്ള നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോകുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ട വിഷയത്തിൽ ഇനി ഒരു ചർച്ച വേണ്ട, ഇനിയൊരു നടപടിയും വേണ്ട. ഇത് വിവാദം ഇതോടെ അവസാനിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. സംസ്ഥാന സർക്കാരിനെതിരെ അടക്കം ചില സമര പരിപാടികൾ നേരത്തെ തന്നെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പ്രഖ്യാപിച്ചിരുന്നു. കൂടാതെ തൃശ്ശൂരിലടക്കം ലോങ് മാർച്ചും പ്രഖ്യാപിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരുക്കങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോഴത്തെ തീരുമാനം. SKN. ഓക്കെ, താങ്ക് യു ഉമേഷ് ബാലകൃഷ്ണൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.